ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി അവസാനം മരണത്തിലേക്ക് പോയപ്പോൾ ശവമഞ്ചൽ രണ്ട് കൈയും പുറത്തിട്ടുകൊണ്ടാണ് അയാൾ അവസാന യാത്രയായത്. അതുപോലെ തന്നെയാണ് കട്ടുമുടിക്കുന്ന പലരും മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ കട്ടുമുടിക്കുകയും അഴിമതി നടത്തുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന പലരും പോകുന്നത് വെറും കൈയോടെയാണെന്ന് മറക്കരുത്. പറയുന്നത് കിറ്റക് സാബുവാണ്. സാബു പിണറായിയെ നന്നായി വരിഞ്ഞു മുറുകുന്നുണ്ട്. പിണറായിയുടെ മകൾക്കെതിരെയുള്ള ആറ്റം ബോംബ് സൗകര്യവും സമയവും ഉള്ളപ്പോൾ താൻ പുറത്തു വിടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് സ്വപ്നയ്ക്ക് പിന്നാലെ സ്വപ്നയെ ദ്രോഹിച്ചതിനും 100 ഇരട്ടിയാണ് കിറ്റക് സാബുവിനെ പിണറായി സർക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന കേരളം വിട്ട് ഓടേണ്ടി വന്നുവെങ്കിൽ കിറ്റക് സാബു കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകേണ്ടി വന്നു. വ്യവസായ സൗഹൃദമായ സ്ഥലമാണ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ ഏത് വ്യവസായികൾക്കാണ് നീതി ലഭിച്ചിട്ടുള്ളത്? ആന്തൂർ സാജൻ ഉൾപ്പെടെയുള്ള പലരും ആത്മഹത്യയിലേക്ക് കടന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. ഒരുത്തരെയും വ്യവസായം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല. സാധാരണക്കാരന് പെൻഷൻ ഇല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല, വേണ്ടത്ര അരിയ സാമഗ്രികളൊന്നും ഒരു സ്ഥലങ്ങളിലുമില്ല. അത്രത്തോളം ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നാൽ അത് എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഏകാധിപതി ആയി പിണറായി ഇങ്ങനെ വാഴുകയാണ് കേരളത്തിൽ. എല്ലാം കുടുംബത്തിലേക്ക് കിട്ടണം. തന്റെ മകനും മകളും ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. കേരളത്തിലെ ബാക്കി ജനങ്ങളെല്ലാം കഷ്ടപ്പെടുമ്പോഴും അവരെല്ലാം പട്ടിണി കിടന്ന് ചാകാറാകുമ്പോഴും ഞാനും എന്റെ കുടുംബവും നന്നായിരിക്കണമെന്ന് മാത്രമാണ് പിണറായിയുടെ ആഗ്രഹം. എന്തായാലും പല കാര്യങ്ങളും സ്വപ്ന വെളിപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് കിറ്റക് സാബുവും വെളിപ്പെടുത്തുന്നത്. കിറ്റക് സാബു മലയാളി വാർത്തയോട് പറഞ്ഞ പല കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആവശ്യമുള്ള സാധാരണക്കാരന് വീണയുടെ മാസപ്പടിയോ വീണ ജയിലിൽ പോകുമെന്നോ പിണറായി ജയിലിൽ പോകുമെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സാധാരണക്കാരന് വിശപ്പും വസ്ത്രവും വെള്ളവും ആഹാരവുമാണ് ആവശ്യം. ഇത് കൊടുക്കാൻ പിണറായിക്ക് കഴിയുന്നുണ്ടോ എന്നാണ് കിറ്റക് സാബു ചോദിക്കുന്നത്. എന്തായാലും സ്വപ്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ രംഗത്തെത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നത് പോലെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റക് സാബുവും ആ ബോംബ് പൊട്ടിക്കുമോ? വീണയ്ക്കും പിണറായിക്കുമെതിരായ ആ വമ്പൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം ഒരു സീറ്റിലെങ്കിലും കേരളത്തിൽ വിജയിക്കുമോ? കണ്ടു തന്നെ അറിയണം. ഇനി കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. കൃത്യമായി അവർക്കറിയാം പിണറായി സർക്കാരിന് അധികാരത്തിലെത്തിയാൽ കേരളം എന്താകും എന്നുള്ളത്. അതുകൊണ്ട് ജയിപ്പിക്കേണ്ടത് ആരെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനാണ്. ആലോചിച്ച് തീരുമാനിക്കുക.